ഇന്നിപ്പോൾ വരാപ്പുഴ ആർച്ച് ബിഷപ്പിനെ കാണാനെത്തി. വരാപ്പുഴ ആർച്ച് ബിഷപ്പ് മറ്റെന്ത് പറയും? പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ എന്നാൽ അതെന്ത് പറയും? മന്ത്രി വന്നാൽ കടന്നു പോകുമെന്ന് പറയാൻ പറ്റില്ല. അതിൽ അവരുടെ ആശങ്കകൾ പറയുമ്പോൾ 7 ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചു എന്ന് പറയുമ്പോൾ അവർ പറയുന്ന ഒരാവശ്യമെന്ന് പറയുന്നത് ക്രൈസ്തവർക്കെതിരായി നടക്കുന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ പരാതിയാണ്. അതിന്മേൽ പരിഹാരം ഉണ്ടാകണമെന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ അവരെ ആശങ്കപ്പെടുത്തുന്നത്. അടുത്തത് ഞങ്ങളാണ് എന്ന തിരിച്ചറിവ് അവർക്ക് വന്നിരിക്കുന്നു. അവിടെ ഇന്നിപ്പോൾ ഞാൻ നടത്തിയ ചർച്ചയിലും സമരസമിതിയുടെ പ്രതിനിധി വരുന്നുണ്ട്. സമരസമിതിയുടെ പ്രതിനിധി കൃത്യമായി പറയുകയാണ്, ഞങ്ങളിൽ മുസ്ലിങ്ങളുണ്ട്, ഞങ്ങളിൽ ഹിന്ദുക്കളുണ്ട്, ഞങ്ങളിൽ ക്രൈസ്തവരുണ്ട്, ഞങ്ങളെല്ലാം ഒരുമിച്ച് കഴിയുന്നവരാണ്, ഞങ്ങളെ അങ്ങനെ ഭിന്നിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം അവിടെ കളിച്ചിരുന്നു. നമുക്കറിയാമല്ലോ, സംസ്ഥാന നിയമസഭയിൽ ഒരുമിച്ച് പാസ്സാക്കിയ പ്രമേയം കടലിൽ താഴ്ത്തിക്കൊണ്ടൊരു പ്രകടനമൊക്കെ അവിടെ നടത്തിയിരുന്നു. കടലിൽ കൊണ്ട് താഴ്ത്തും എന്ന സുരേഷ് ഗോപിയാണ് പാർലമെന്റിൽ വലിയ പ്രതികരണമായി നടത്തിയത്. ആ പ്രതികരണത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് അവിടെ ഒരു പ്രതീകാത്മക കടലിലൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് അവരെ സംബന്ധിച്ച് മുന്നിൽ കണ്ടിരിക്കുന്ന കാര്യം. ഇന്ന് പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച പാവങ്ങളാണ്. അവരിന്ന് പറയുകയാണ്, ഓരോ നേതാക്കളായി വന്നിരിക്കുന്നു. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ഇരിക്കുന്നു, BJPയിലെ മറ്റു നേതാക്കളിരിക്കുന്നു, റിജിജു ഇരിക്കുന്നു. ഇപ്പോൾ ഉണ്ടാകും പ്രതീക്ഷ, ഒരു പ്രഖ്യാപനം എന്ന് അവർ പ്രതീക്ഷിക്കുകയാണ്. ആ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്.